നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. മാംസം ദ്രവിപ്പിക്കും വിധം മാരക വീര്യമുള്ള വിഷം ഉൾക്കൊള്ളുന്ന ചിലന്തിയെ പ്രവാസ ലോകത്ത് നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. മധ്യ മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വത പീഠഭൂമി മേഖലയിൽ നിന്നാണ് കൊടിയ വിഷമുള്ള പുതിയ ഇനം ചിലന്തിയെ കണ്ടെത്തിയിരിക്കുന്നത്. വയലന്റ് സ്പൈഡർ എന്ന പേരുള്ള ചിലന്തി വിഭാഗത്തിൽപ്പെട്ടവയാണ് ഇവ. അതോടൊപ്പം തന്നെ ലോക്സോസെലസ് ടെനോചിറ്റ്ലൻ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ചിലന്തികൾ മുൻപേ കണ്ടെത്തിയിട്ടുള്ള 150 തരം ചിലന്തികളിൽ ഉൾപ്പെടുന്ന ഒരു ജനുസിലെ പുതിയ അംഗം തന്നെയാണ്. എന്നാൽ ഈ ചിലന്തി വർഗങ്ങളിൽ 40 എണ്ണമാണ് മെക്സിക്കോയിലുള്ളത്. പുതിയ വയലന്റ് ചിലന്തി വർഗത്തിന്റെ കണ്ടെത്തലിലൂടെ ഈ ജനുസിൽപ്പെട്ട ചിലന്തി വർഗങ്ങളുടെ മെക്സിക്കോയിലെ എണ്ണം 41 മാറിയിരിക്കുകയാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ചിലന്തികളുടെ പിൻവശം വയലന്റ് പോലെയാണ് കാണപ്പെടുന്നത്. അതിനാൽ തന്നെ തിരിച്ചറിയാൻ വളരെ വേഗം കഴിയുന്നതാണ്. ഈ കാരണം കൊണ്ട് തന്നെയാണ് വയലന്റ് ചിലന്തികൾ എന്ന് ഇവ അറിയപ്പെടുന്നത്. മെക്സിക്കോ സർവകലാശാലയിലെ ഗവേഷകരാണ് പുതിയ ചിലന്തി വർഗത്തെ കണ്ടെത്തിയിരിക്കുന്നത്. കടുത്ത തവിട്ട് നിറമാണ് ഈ ഇനം ചിലന്തികൾക്കുള്ളതെന്ന് ഇവയെ കണ്ടെത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഗവേഷക വിദ്യാർത്ഥിയായ വാൾട്ടർ മൊണ്ടാഗൻ പറയുകയും ചെയ്യുന്നു. ഈ ചിലന്തി വർഗത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് അവയുടെ വിഷമാണെന്നും വാൻഡ്രസ് ചൂണ്ടിക്കാട്ടുന്നു. അത് മനുഷ്യന്റെ മാംസം ദ്രവിപ്പിക്കുന്ന വിധത്തിൽ വിഷം ഉൾക്കൊള്ളുന്നതാണ്. മനുഷ്യർക്ക് ജീവാപായം ഉണ്ടാകില്ലെങ്കിലും കഠിനമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാൻ ശക്തിയുള്ളതാണ് ഈ ചിലന്തിയുടെ വിഷം. മാത്രമല്ല, ഇവയുടെ വിഷം തേടിയാൽ ഡോക്ടറുടെ സഹായം തേടിയില്ലെങ്കിൽ വേദനയും തളർച്ചയും മറ്റും അതികഠിനമായിരിക്കുമെന്നും ഗവേഷകർ വിശദീകരിക്കുന്നു. കടിയേറ്റാൽ ആദ്യം വേദന ഉണ്ടാകില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത്. കടിയേറ്റ ഭാഗം പർപ്പിൾ നിറത്തിലേക്ക് മാറുന്നതാണ് തുടക്കമായി പറയപ്പെടുന്നത്. അതിനാൽ തന്നെ കടിയേറ്റാലുടൻ അറിയാൻ സാധിക്കും. എന്നാൽ ഇവയുടെ വിഷം സജീവമായി പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നതോടെ സാഹചര്യം മാറുന്നതുമായിരിക്കും. മനുഷ്യരുൾപ്പെടെയുള്ള ജീവവർഗങ്ങളുടെ ശരീരത്തിലെ മാംസം ദ്രവിപ്പിക്കാൻ ഈ വിഷത്തിന് കഴിയുന്നതായിരിക്കും. ഇതോടെ കടിയേറ്റ ഭാഗത്ത് വേദന അതിശക്തമായി അനുഭവപ്പെടും. നെക്രോസിസ് എന്നാണ് ഇത്തരത്തിൽ മാംസം ദ്രവിപ്പിക്കുന്ന സാഹചര്യത്തെ ഗവേഷകർ വിശേഷിപ്പിക്കുന്നത്. വിഷത്തിന്റെ വീര്യമനുസരിച്ചാകും ഇതിന്റെ പ്രവർത്തനത്തിന്റെ രൂക്ഷതയെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. പലപ്പോഴും മാസങ്ങൾ ഈ വിഷം ശരീരത്തിന്റെ ഒരു ഭാഗത്തെ ദ്രവിപ്പിക്കും. ആഴ്ചകൾ കഴിഞ്ഞ് വേദന ആരംഭിക്കുമ്പോൾ മാത്രമേ ഒരുപക്ഷെ കാര്യം എന്താണെന്ന് പലരും തിരിച്ചറിയൂ. അപ്പോഴും ത്വക്ക് രോഗമാണെന്നും മറ്റും കരുതി അതിന് ചികിത്സ തേടുന്നവരുണ്ട്. മാസങ്ങൾ പിന്നിട്ടാൽ ഒരുപക്ഷെ സാരമായ മാറ്റം തന്നെ കടിയേറ്റ ശരീരഭാഗത്തിന് സംഭവിച്ചേക്കാവുന്നതാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. മനുഷ്യ മാംസമുള്ള പ്രദേശത്ത് ധാരാളമായി കണ്ടുവരുന്നവയാണ് ഈ ചിലന്തി വർഗം. പക്ഷേ ഉപേക്ഷിക്കപ്പെട്ടതും അടഞ്ഞുമൂടി കിടക്കുന്നതുമായ പ്രദേശങ്ങളിലാണ് ഇവ കൂടുതലും ഉണ്ടാവുക. മാത്രമല്ല, മനുഷ്യ സാമീപ്യം ഇവയ്ക്ക് ഒട്ടും പഥ്യമല്ല. ഇക്കാരണം കൊണ്ട് തന്നെ മനുഷ്യരുമായുള്ള സമ്പർക്കം ഒഴിവാക്കാൻ ഈ ചിലന്തികൾ പരമാവധി ശ്രമിക്കുന്നതുമായിരിക്കും. എന്നാൽ ഇവയുടെ സാമീപ്യം ചുവടെ പറഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയുന്നതായിരിക്കും. ഇവയുടെ കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലതെന്നാണ് ഗവേഷകർ പറയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.